ഹലോ. അപ്പോൾ എൻ്റെ വീട്ടിലാണ് ഞാനുള്ളത്. ഇവിടെ കണ്ട യുദ്ധഭൂമി പോലെയാണ്. ഞങ്ങളുടെ വീട്ടിലൊരു ഫങ്ഷൻ നടക്കാൻ പോവാണ്. ചിന്നുവിൻ്റെ അതായത് എൻ്റെ അനിയത്തിയുടെ പെണ്ണ് കാണൽ ചടങ്ങാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീട്ടിൽ കുറേ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ അലങ്കോലമാണ് ഈ വീട് മൊത്തം കാണുന്നത്. അപ്പോൾ ഓരോ വർക്ക് അച്ഛൻ തന്നെയാണ് എന്താ പറയുക, നമ്മൾ വീട്ടിലുള്ള പകുതി വർക്കും അച്ഛൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ ചെയ്യുന്ന ജോബ് വെൽഡിങ് ആണ്. പക്ഷേ അല്ലറ ചില്ലറ കുറച്ച് പരിപാടികളൊക്കെ അച്ഛൻ ചെയ്യും. പ്ലംബിംഗ് ആയാലും ഇലക്ട്രിക്കൽ വർക്ക് ആയാലും ഒക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ വാഷ് ബേസ് ഡൈനിങ് ഹാളിൽ നിന്നൊന്ന് മാറ്റാൻ നോക്കുവാണ്. അവിടെ ഭയങ്കര കൺജസ്റ്റഡായി തോന്നിയുകൊണ്ട് നമ്മൾ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ നോർമലി എല്ലാ വീട്ടിലെയും പോലെ സ്റ്റെയർ കേസിൻ്റെ അടിയിലിട്ട് മാറ്റാൻ പോവാണ് വാഷ് കൗണ്ടർ. അപ്പോൾ അത് നമ്മൾ വാങ്ങാൻ പോയപ്പോൾ 8,000 മിനിമം ഇത് കണ്ടത് റേറ്റൊക്കെ. അപ്പോൾ അച്ഛൻ പറഞ്ഞു അച്ഛൻ തന്നെ ഉണ്ടാക്കാം, കാരണം അച്ഛൻ അങ്ങനത്തെ പണിയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ വീട്ടിൽ സീലിംഗ് ഒക്കെ ചെയ്തിരുന്ന് കുറച്ച് വ്യൂ ബോർഡ് ബാക്കിയുണ്ടായിരുന്നു. പിന്നെ അതേ ആ ഒരു ഫ്രെയിമില്ലേ, ആ ഫ്രെയിം അച്ഛൻ ഉണ്ടാക്കി, ഇരുമ്പൊക്കെ വെച്ച് വെൽഡിങ് ഒക്കെ ചെയ്ത് ആ ഒരു ഫ്രെയിം ഉണ്ടാക്കി അതിലേക്ക് വി ബോർഡ് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇങ്ങനെ ഡ്രിൽ ചെയ്ത് കയറ്റുകയാണ് ചെയ്തത്. പിന്നെ ഒരു വാഷ് ബേസ് നമ്മൾ വാങ്ങി, അതൊരു 1,600 ഉള്ളിൽ കിട്ടിയായിരുന്നു കേട്ടോ. പഴയത് നമ്മൾ കളയത്, അത് യൂസ് ചെയ്യൊന്നും ചെയ്തില്ല, അത്ര പോയിരുന്നു അത് സംഭവം. എന്നിട്ട് അടിയിൽ അവിടെ കണക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല, അത് അച്ഛൻ തന്നെ അവിടെ ഡ്രില്ല് ചെയ്ത് ഹോളൊക്കെ ഇട്ടു. അതിൻ്റെ ഇടയ്ക്ക് ആള് നമ്മുടെ വീട്ടിലെന്തും നടക്കണേന്ന് അറിയാൻ വേണ്ടി കാണാൻ വന്നിട്ടുണ്ട്. ഡെയിലി വരും മാമൻ. പാടത്തുനിന്ന് കയറ്റി കഴിഞ്ഞാൽ ഡെയിലി ഇവിടെ വന്ന് ഒന്ന് നോക്കിയല്ലാതെ അതിന് സമാധാനമില്ല. ഞങ്ങൾ എന്നിട്ട് അതിനൊരു പേര് വിട്ടു, പാത്തു. അങ്ങനെ അതിനെ ഓടിച്ചു വിട്ടു. ഒന്നാമതേ ഞങ്ങൾ തിരക്കാണ്, അതിൻ്റെ ഇടയിൽ കൂടെ അതിനെയും കൂടി താങ്ങില്ല. പിന്നെ ഈ വാഷ് ബേസിൻ്റെ 2 സൈഡും കുറച്ച് ഭംഗിക്ക് വെക്കാൻ വേണ്ടി ഗ്രാസിൻ്റെ ഒരു 1 മീറ്റർ തോന്നുന്നു അത് വാങ്ങി. അത് കട്ട് ചെയ്യാൻ ഭയങ്കര പണിയായിരുന്നു. അത് നല്ല ലെങ്ത്തിൽ വാങ്ങിക്കുമ്പോൾ നല്ല കോസ്റ്റാണ്. ഇതിപ്പോൾ ചെറിയൊരു പീസായതുകൊണ്ട് അത്ര നമുക്ക് ചെറിയ എമൗണ്ടിന് കിട്ടി. എന്നിട്ട് അതിൻ്റെ 2 സൈഡിലും കട്ട് ചെയ്ത് വെച്ച് പിന്നെ നമ്മൾ സ്റ്റിക്കർ ഓർഡർ ചെയ്തു. പെയിൻറ്റിങ് ഒന്നും ചെയ്യേണ്ട, സ്റ്റിക്കർ വെക്കാൻ വിചാരിച്ചു. ഫസ്റ്റ് ടൈമാണ് ഞാൻ വാൾ സ്റ്റിക്കറൊക്കെ വാങ്ങി ഇങ്ങനെ ചെയ്ത് നോക്കുന്നത്. ഇപ്പോൾ ഒരു ബ്രിക്ക് പോലത്തത് വാങ്ങി, അതിന് ചെറിയ പൈസ 120 എന്തുകൊണ്ടായിരുന്നുള്ളൂ. അങ്ങനത്തെ ഒരു 2 റോള് വാങ്ങി. അതേപോലെ ബ്ലാക്കും 2 റോള് വാങ്ങി. ഇത് ഒട്ടിക്കാൻ നല്ല പണിയായിരുന്നു. പണിയെന്ന് പറഞ്ഞാൽ ബ്രിക്കല്ലേ, അപ്പോൾ ആ ജോയിൻ്റൊക്കെ കറക്റ്റ് ആവാൻ അതിൻ്റെ ലഹളയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അച്ഛനെ ഞാൻ അങ്ങോട്ട് വലിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വലിക്കുന്നുണ്ട്. ആ മൂല ഒട്ടിച്ചിട്ട് താഴത്തേക്ക് വലിച്ചാൽ മതി വെച്ചാ. ആദ്യം ആ മൂല ഒട്ടിക്കാം അവിടെ, എന്നിട്ട് താഴത്തേക്ക് വലിച്ചാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് ചിന്നു കയറി എന്തൊക്കെയോ പരിപാടി ഒപ്പിക്കുന്നുണ്ട്. ഉള്ള കോൺസെൻട്രേഷൻ മുഴുവൻ കളയുന്നുണ്ട്. ഒരു വീഡിയോ എടുത്തരാൻ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് 3-4 ഫോട്ടോ എടുത്തിട്ട് അവള് പോയി. അവളെയാണ് കേട്ടോ മറ്റേ ഇത് പെണ്ണ് കാണല്. അപ്പോൾ 2 ദിവസം മുന്നേ മാത്രമേ വന്നുള്ളൂ. പണി മൊത്തം ഞാനും അച്ഛനും അമ്മയും ചെയ്ത്. ഇതാണ് ചിന്നു. അങ്ങനെ ഒരുവിധം ബ്രിക്കിൻ്റെയൊക്കെ ഫിനിഷായി. പിന്നെ ബ്ലാക്ക് ഒട്ടിക്കാൻ പോയി. ബ്ലാക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. ഇത് ആകുമ്പം തൊട്ടാ കീറുന്ന പോലെയായിരുന്നു കേട്ടോ. ഈ ബ്രിക്കിൻ്റെ അത്ര ക്വാളിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് പിന്നെ നല്ലൊരു ഇതായിരുന്നു, പെട്ടെന്ന് ഒട്ടിച്ച് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഒരു മിറർ വാങ്ങി, പിന്നെ ടവൽ ഹാങ്ങറും കൂടി സെറ്റ് ചെയ്ത് സംഭവം കിടുക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമായി, എല്ലാവരും ചോദിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു ബഡ്ജറ്റിൽ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തു. കാണാനും അടിപൊളി. ഇതേപോലെ അച്ഛൻ വീട്ടിൽ ഡൈനിങ് ടേബിൾ അതുപോലെ തന്നെ സെറ്റ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ വീട്ടിൽ പോയിട്ട് എടുത്തിടാം.